ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബൺ പൊറോട്ടേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ടേസ്റ്റി മാത്രമല്ല വളരെ ഈസിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടൊരു 3 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 8 പൊറോട്ടേൻ്റെ മൈദപ്പൊടിയാണ്, അതായത് 8 പൊറോട്ടയ്ക്കുള്ള ക്വാണ്ടിറ്റിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണം. നിങ്ങൾ ഡബിളായിട്ടാണ് മാവ് എടുക്കണമെന്നുണ്ടെങ്കിലും മുട്ട ഒന്ന് തന്നെ മതിയാവും കേട്ടോ, കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. പിന്നെ അതിലോട്ടൊരു 3 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ എല്ലാവർക്കും നെയ്യ് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മാത്രമല്ല, നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് പൊറോട്ട ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പൊറോട്ടയ്ക്ക് ആ ഒരു ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിവിടെ തവിടെണ്ണയാണ്, സാധാരണ ഞാനിവിടെ തവിടെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യണത്. അതുകൊണ്ട് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. ഏത് റിഫൈൻഡ് ഓയിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അത് കയ്യിലേക്ക് ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ പൊറോട്ട നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ ഈ ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിലോട്ടൊരു 3 സ്പൂണ്, വലിയ സ്പൂണാണെങ്കിൽ 3 സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ചെറിയ സ്പൂണാണെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 കപ്പ് പാലാണ് കേട്ടോ. ഞാനിവിടെ ആദ്യം 1/4 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കണുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുക്കാനായിട്ട് മറന്നു പോയിട്ടോ. ഞാനിതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മറക്കാതെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കൈകൊണ്ട് നന്നായിട്ട് ഇതിന് കുഴച്ചെടുക്കുക. ബാക്കി വന്ന പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പാലും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് പാലിൻ്റെ ഒരു കഴിക്കാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ പാല് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ പാൽ വെച്ചിട്ടാണ് നിങ്ങൾ ഈ ബൺ പൊറോട്ട ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ബൺ പൊറോട്ടേൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ സോഫ്റ്റ്നെസ്സൊക്കെ കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ. പാൽ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബാക്കി പാൽ കൂടി ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. സാധാരണ നമ്മൾ ഈസി ആയിട്ട് പൊറോട്ട ഉണ്ടാക്കണതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് കൂടുതലായിട്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പൊറോട്ടയ്ക്ക് നമ്മൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ കുറച്ചധികം സമയം തന്നെ ഈ ഒരു പൊറോട്ടയുടെ മാവ് റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുകയും വേണം കേട്ടോ. അപ്പം ഞാനിത് ഇവിടെ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പൊടിക്ക് ഇത്ര തന്നെ പാല് മതിയാവും കേട്ടോ. 1/2 കപ്പ് പാല്. അതല്ല വെള്ളമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ 1/2 കപ്പ് വെള്ളം മാത്രം മതിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത്ര ക്വാണ്ടിറ്റിയിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ള അതേ അളവിനാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ വെള്ളം മതിയാവും. അതല്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ ഞാനിവിടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തിരിയും കൂടി ഓയിൽ തേച്ച് കൊടുത്തിട്ട് വീണ്ടും കുഴച്ചെടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിലായതിന് ശേഷം കുഴച്ച് വെച്ച ഈ മാവിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂറോളം തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരുപാട് നേരം തന്നെ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാൽ മാത്രമാണ് ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഇവിടെ 2 മണിക്കൂറിന് ശേഷമുള്ള മാവിൻ്റെ പരുവാണ് കേട്ടോ. ഇത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഇതൊന്ന് കൈവച്ച് നന്നായിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കണം. അതിന് ശേഷം നമുക്കിതൊന്ന് ഉരുളയാക്കി എടുക്കാം കേട്ടോ. ഇതേ കണ്ടില്ലേ, സാധാരണ നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ബോളാക്കി എടുക്കില്ലേ, അതുപോലെ തന്നെ ആക്കിയെടുക്കണം. ഇതുപോലൊരു പീസ് മുറിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ് നമ്മളിതിനെ ബോളാക്കി എടുക്കേണ്ടത് കേട്ടോ. ഇനി ഇങ്ങനെ ഉള്ളിലോട്ട് ആക്കിയതിന് ശേഷം ഇതുപോലെ ബാക്കി വരുന്ന പീസിനെ മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബോൾ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ എല്ലാ ബോൾസും നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മാവ് കറക്റ്റ് ഒരു 8 പൊറോട്ടയ്ക്കുള്ള ഒരു ബോൾസ് റെഡിയായി കിട്ടും കേട്ടോ. ഇനി ഈ ഒരു ബോൾസ് റെഡിയായി കിട്ടിയതിന് ശേഷം നമുക്കതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അതിനെ ഒരു 1 അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ഈ ഒരു ബൺ പൊറോട്ടൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം ഈ റെസ്റ്റിംഗ് ആണ് കേട്ടോ. എത്രത്തോളം നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണോ അതിനനുസരിച്ച് സോഫ്റ്റ്നെസ്സും കൂടും. ഇപ്പോൾ ഒരു 1 അവറിന് ശേഷം കണ്ടില്ലേ, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് മാവ് കേട്ടോ. ഈ ഒരു പരുവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം കേട്ടോ. സാധാരണ പൊറോട്ടയ്ക്കൊക്കെ വീശാൻ അങ്ങനത്തെ രീതിയിലൊന്നും വീശിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ആദ്യം തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിന് മുകളിൽ കുറച്ച് ഈർപ്പമുള്ളത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു
ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ചു കൊടുക്കണേ. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സാധാരണ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് പരത്തി എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ ഓരോ ബോൾസിനെയും ഇതുപോലെ എടുത്ത് വയ്ക്കുക. നമ്മൾ വീശി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ ഇങ്ങനെ നമുക്ക് പരന്ന് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാവുന്നതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പൊറോട്ടേനെ. അപ്പോൾ നമ്മളിത് നല്ല തിന്നായിട്ട് തന്നെ ഇങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. കൈകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരുപാട് പുഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ ഇതിങ്ങനെ പരന്ന് വരും കേട്ടോ. നമ്മൾ എത്ര നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണോ അത്രത്തോളം നമ്മുടെ മാവ് സോഫ്റ്റ് ആവുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് ഇതുപോലെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇതുപോലെ നന്നായിട്ട് തിന്നായിട്ട് വരും കേട്ടോ. ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നും കൂടി പരത്തിയതിന് ശേഷം ഇതിനെ ഇതുപോലെ ചുരുട്ടി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം കേട്ടോ. ചുരുട്ടിയെടുക്കുമ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ട് എയർ കുടുങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ എയർ കുടുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് വരില്ല, അല്ലെങ്കിൽ ആ ഒരു ടെക്സ്ചർ വരില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ അങ്ങനെ ചുരുട്ടി കൊടുക്കുക. അതിന് ശേഷം ഇതിനെ ഒരുമിച്ച് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ വരുന്ന ഈ ഒരു അറ്റം അങ്ങോട്ട് ബാക്കിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അങ്ങനെ എല്ലാ ബോൾസിനെയും നമുക്കിതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഞാനിതേവിടെ ഒരു വലിയ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പൊറോട്ടൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം ഈ ഒരു മാവിനെ ജസ്റ്റ് നമ്മുടെ കയ്യിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മുടെ ഈ ഒരു പാനിലോട്ട് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ പാൻ നല്ല സിമ്മിൽ തന്നെ ഇരിക്കണം കേട്ടോ. ഒരുപാട് ചൂടായി പോകരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് രണ്ട് സൈഡും പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോയിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല, അല്ലെങ്കിൽ ഉള്ളിലൊന്നും വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഓരോ മാവും ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ജസ്റ്റ് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അറ്റ് എ ടൈം 4 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. കൂടുതൽ ഇട്ട് കൊടുത്തു എന്നുണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് കഴിയില്ല കേട്ടോ. 4 എണ്ണം നമുക്ക് കറക്റ്റായിട്ട് വെന്ത് വരണമല്ലോ, ഉള്ളിലും പുറത്തൊക്കെ ഒരുപോലെ തന്നെ വെന്ത് വരണമല്ലോ. ഇത് ഇത്തിരി കട്ടി കൂടുതലായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മൾ പാനിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. സിം ഫ്ലെയിമിൽ ഇട്ടിട്ട്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് സിം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരുപാട് നേരം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പുറത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവും വേണം, ഉള്ളിൽ വെന്ത് കിട്ടും വേണം. അപ്പോൾ ഒരുപാട് നേരം തന്നെ നമ്മൾ ഈ ഒരു പൊറോട്ട വേവിച്ചെടുക്കാനായിട്ട് പാനിൻ്റെ ചോട്ടിൽ നിൽക്കേണ്ട ആവശ്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു 4 എണ്ണം ആദ്യം ഇട്ട് കൊടുക്കുക. കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് തന്നെ വേവിച്ചെടുക്കും വേണം കേട്ടോ. സാധാരണ പൊറോട്ടയ്ക്ക് ഉണ്ടാക്കി എടുക്കുന്ന ആ ഒരു രീതിയിൽ പെട്ടെന്ന് ചുട്ടെടുക്കാനായിട്ട് കഴിയില്ല. ബൺ പൊറോട്ട ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഒരുപാട് സമയം പാനിൽ ഇട്ട് വെച്ചതിന് ശേഷം വേവിച്ചെടുക്കേണ്ടി വരും കേട്ടോ. 2 സൈഡും ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് എല്ലാവിടെയും ഒന്ന് മുരിച്ചെടുക്കണം കേട്ടോ. ഈ സൈഡിലൊക്കെ ഞാനൊരു കയ്യിൽ ടിഷ്യൂ പിടിച്ചിട്ടുണ്ട് കേട്ടോ, കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനെ 4 പുറം ഇതുപോലെ ഒന്നാക്കിയിട്ട് എല്ലാ സൈഡും ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ ബൺ പൊറോട്ട ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടുക്കനെ തന്നെ കഴിക്കണം കേട്ടോ. ബൺ പൊറോട്ടയൊക്കെ നല്ല ചൂടോടുക്കനെ തന്നെ കഴിച്ചാലാണ് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അടിച്ചെടുക്കാവുന്നതും കൂടിയാണ് കേട്ടോ. പക്ഷേ ബൺ പൊറോട്ട അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇല്ലാണ്ട് തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പുറത്ത് നല്ല ക്രിസ്പി, അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ബൺ പൊറോട്ട ചിക്കൻ കറീൻ്റെ കൂടെയോ വെജിറ്റബിൾ കറീൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ.